ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 31. അവതരണം അപര. 1 മണിക്കൂറിനുള്ളിൽ മാളിയേക്കൽ തറവാടിന് മുൻപിൽ എല്ലാവരും എത്തിച്ചേർന്നു. വന്നവരുടെ മുഖമെല്ലാം എന്തിനിങ്ങനെ പെട്ടെന്നൊരു വിളിച്ചുകൂട്ടൽ എന്നോർത്തുകൊണ്ടുള്ള ടെൻഷനിലായിരുന്നു. എന്നാൽ പൂമുഖത്തിരിക്കുന്ന ഉപ്പാനെ കണ്ടതും അഹമ്മദിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. മാസങ്ങൾ കൊണ്ട് ഉപ്പ് കൊടുക്കുന്ന പ്രഷർ താങ്ങാൻ കഴിയാതെ ഭ്രാന്ത് പിടിച്ചു നടക്കുന്നതിനിടയ്ക്കാണ് ഉപ്പാൻ്റെ സന്ദർശനം. ആ നിമിഷം അഹമ്മദിന് വല്ലാത്ത ദേഷ്യം തോന്നി ഉപ്പാനോട്. ഇനി എന്തെല്ലാം പുകിലാവും ഇവിടെ ഉപ്പ കാണിച്ചു കൂട്ടാൻ പോകുന്നത്. ഉപ്പ എന്തെങ്കിലും കടുത്ത തീരുമാനം എടുത്താൽ ഞാൻ ആരെ കൂടെ നിൽക്കും? ഈ കാലം അത്രയും സ്വന്തം ഉപ്പയിൽ നിന്ന് പോലും കിട്ടാത്ത സ്നേഹവും വാത്സല്യവും തന്ന് മരുമകനല്ലാതെ മകനെപ്പോലെ ചേർത്ത് നിർത്തിയ ഈ വലിയ മനുഷ്യൻ്റെ കൂടെയോ, അതോ ജന്മം തന്ന് വളർത്തിയ ഉപ്പാൻ്റെ കൂടെയോ? ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് പെട്ട പോലെയായി തൻ്റെ അവസ്ഥ. അത് ഓർക്കും തോറും ശരീരം തളരുന്ന പോലെ തോന്നി. അയാൾ തല ഉയർത്തി തൻ്റെ മക്കളെ നോക്കി. റിച്ചു കൂളായി നിൽക്കുന്നു. റോഹുവിൻ്റെ മുഖം കണ്ടതും അയാളുടെ ടെൻഷനും വിഷമവും അതുപോലെ പകർന്നു കിട്ടിയ മാതിരിയായിരുന്നു. എന്തിനാ ഉപ്പ അത്യാവശ്യമായി എല്ലാവരെയും വിളിച്ചു വരുത്തിയത്? മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് മെഹറിൻ്റെ ഉപ്പ ചോദിച്ചു. എന്തു പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ വാക്കുകൾക്കായി കിടന്നുഴറുന്ന അബ്ബാസിനെ കണ്ടതും റിച്ചുവിൻ്റെ വാപ്പൂപ്പ സംസാരിച്ചു തുടങ്ങി. ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എല്ലാവരുടെയും മുഖം അക്ബറിന് നേരെയായി. ഞാൻ വന്നത് എൻ്റെ റിച്ചുവിൻ്റെ നിക്കാഹുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. ഒരാളുടേതൊഴിച്ച് അഹമ്മദിൻ്റെ. അത് ഞങ്ങളിവിടെ ചർച്ച ചെയ്ത കാര്യമാണ് ഉപ്പ. അഹമ്മദിൻ്റെ ഉപ്പാനെയും മാളിയേക്കലിലെ മക്കളെല്ലാം ഉപ്പ എന്നാണ് വിളിക്കാറ്. എന്തായാലും രണ്ടാൾക്കും ജോലിയായ സ്ഥിതിക്ക് നമുക്ക് മുഹറത്തിന് മുൻപ് നടത്താം, ആശിക്കാട് ഉപ്പ പറഞ്ഞു. മോനെ, നമ്മൾ ഉറപ്പിച്ച കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയാനാണ് അക്ബർ വന്നത്. പറഞ്ഞു നിർത്തുമ്പോഴേക്കും അബ്ബാസ് ഹാജിയുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. സന്തോഷത്തിൻ്റെ പുഞ്ചിരിയിൽ വിടർന്ന മുഖങ്ങളെല്ലാം കേട്ടത് വിശ്വസിക്കാനാവാത്ത വിധം ഞെട്ടലോടെ അബ്ബാസിൻ്റെ മുഖത്തേക്ക് നോക്കി. കേട്ട വാർത്തയുടെ ഞെട്ടലിൽ തന്നെയായിരുന്നു മെഹറുവും. ഇൻഷയും റിച്ചുവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോഴേ ഇത് പ്രതീക്ഷിച്ചതാണ്. എന്നാലും പെട്ടെന്ന് കേട്ടപ്പോൾ നമ്പരത്തിൻ്റെ കുപ്പിച്ചില്ലുകൾ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേദന. ഉപ്പ എന്തായി പറയുന്നേ? ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചതല്ലേ? ഇപ്പം പെട്ടെന്നെന്താ ഇങ്ങനെയൊക്കെ? നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം സ്വപ്നമല്ലായിരുന്നു ഇവരുടെ വിവാഹം. ഇതൊക്കെ എന്താ അഹമ്മദേ? മെഹറിൻ്റെ ഉപ്പ ചോദിച്ചു. നിങ്ങളാരും ഇത് സംസാരിച്ച് വഷളാക്കേണ്ട. ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാനല്ല. വർഷങ്ങൾക്ക് മുൻപ് അറിവില്ലാത്ത പ്രായത്തിൽ നമ്മളെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഇവർക്ക് രണ്ടാൾക്കും തോന്നലുണ്ടോ എന്ന് ചോദിക്കാനാണ്. റിച്ചുവും മെഹറുവും ഇങ്ങ് വന്നേ. ഉപ്പാപ്പ വിളിച്ചതും റിച്ചു അങ്ങോട്ട് പോയി നിന്നു. എനിക്കൊരടി പോലും എടുത്തു വയ്ക്കാൻ കഴിയുന്നില്ല. കാലുകൾക്ക് വല്ലാത്ത ഭാരം. വീണ്ടും അവൻ്റെ നാവ് കൊണ്ട് തന്നെ എന്നെ വേണ്ടാന്ന് കേൾക്കാൻ വയ്യാത്ത പോലെ ശരീരം അനങ്ങാതെ നിൽക്കുന്നു. എൻ്റെ ചലിക്കാതെയുള്ള നിൽപ്പ് കണ്ടതും അജുവാണ് മുന്നോട്ട് പിടിച്ച് തള്ളിയത്. എല്ലാവരുടെയും മുന്നിൽ റിച്ചുവിൻ്റെ അടുത്ത് സകല മിഴികളുടെയും നോട്ടമേറ്റ് ഞാൻ നിന്നു. റിച്ചു, നിനക്ക് ഈ കല്യാണത്തിന് എന്തേലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയണം. കാരണം ജീവിക്കാനുള്ളത് നിങ്ങളാണ്. നാളെ ഒരു സമയത്ത് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നില്ല എന്നുള്ള പരാതി കൂടെ താങ്ങാനുള്ള ആരോഗ്യം ഈ വയസ്സിനില്ല. അതുകൊണ്ട് ചോദിക്കുക, എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോഴെല്ലാം റിച്ചുവിൻ്റെ കണ്ണുകൾ മെഹറിൻ്റെ മുഖത്തായിരുന്നു. അവളുടെ മറുപടി എന്താകുമെന്നുള്ള ഭയത്തിലായിരുന്നു അവൻ. തന്നോടുള്ള ദേഷ്യത്തിന് താല്പര്യമില്ല എന്നെങ്ങാനും പറഞ്ഞു കളയുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അബ്ബാസ് ഹാജി പറഞ്ഞതൊന്നും അവൻ്റെ ചെവിയിലെത്തിയില്ല. അവൻ്റെ മിണ്ടാതെയുള്ള നിൽപ്പ് കണ്ടതും മെഹറു അടക്കം എല്ലാവരുടെയും ഹൃദയതാളം നിലച്ചതുപോലെയായി. അക്ബറിൻ്റെ മുഖത്ത് മാത്രം പുഞ്ചിരി വിടർന്നു. റിച്ചു, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നേ? ആലിയ ദേഷ്യത്തിലും സങ്കടത്തിലും അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ ഞെട്ടി മെഹറിൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുത്തത്. എന്താണ് ചോദിച്ചതെന്നറിയാതെ അവൻ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. നീ ആരെയും പേടിച്ച് മിണ്ടാതെ നിൽക്കണ്ട റിച്ചു. നിൻ്റെ കൂടെ ആര് നിന്നില്ലെങ്കിലും ഞാനുണ്ടാകും, നിൻ്റെ ഉപ്പാപ്പ. നിനക്ക് പറയാനുള്ളത് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറ. ഇവിടെ മാത്രമല്ലല്ലോ നിനക്ക് മുറപ്പെണ്ണുള്ളത്, അവിടെയും രണ്ടുപേരില്ലേ? ആരെയും ഭയപ്പെടാതെ നെഞ്ചുയർത്തി പറയേ. ഞാൻ എന്ത് പറയണമെന്നാണ് ഉപ്പാപ്പ പറയുന്നത്? അഴിഞ്ഞാടി നടക്കുന്നൊരു പെണ്ണിനെ നിനക്ക് വേണ്ടാന്ന്. മാനവും മര്യാദയുള്ള പെണ്ണ് നിൻ്റെ ഉപ്പാപ്പയുടെ കുടുംബത്തിലും ഉണ്ടെന്ന്. കുടുംബത്തിലാകെയുള്ള പെൺതരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും രക്തം തിളയ്ക്കാൻ തുടങ്ങി. അബ്ബാസ് ഹാജി കണ്ണുകൊണ്ട് വേണ്ട എന്ന ആജ്ഞ നൽകിയതും അവരെല്ലാം ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു.
ഉപ്പാപ്പ എന്തായി പറയുന്നേ? മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ മെഹറുവിനെ കുറിച്ച് എന്ന് പറഞ്ഞു നിർത്തിയതും റോഹു ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ഇത്രയ്ക്ക് രോഷം കൊള്ളാൻ ഇവളെക്കുറിച്ച് പിന്നെ ഞാൻ എന്തു പറയണം? കോളേജിൽ നടന്ന പഴയ സംഭവങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. നിന്റെ രക്തമല്ലടാ അവനും. അവൻ്റെ ജീവിതം നശിച്ചു പോട്ടെ എന്നാണോ നിന്റെ ഉപ്പാനെ പോലെ നിൻ്റെയും ചിന്ത? 5 വർഷങ്ങൾക്ക് മുൻപ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നടിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവളെപ്പോലെ നിന്ന അതേ അവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിക്കാൻ അക്ബറിൻ്റെ വാക്കുകൾക്ക് മതിയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊരു സാഹചര്യം അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. ഈ നിമിഷം മരിച്ചു വീണെങ്കിലെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. ആ നിമിഷം മെഹ്റു പോലും പ്രതീക്ഷിക്കാതെയാണ് അവളുടെ കൈ റിച്ചു ചേർത്ത് പിടിച്ചത്. അവൻ്റെ വിരലുകളിൽ നിന്നും തണുപ്പരിച്ചിറങ്ങുന്നത് അവൾ അറിഞ്ഞു. ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒന്നുമില്ല എന്നർത്ഥത്തിൽ അവൻ കണ്ണു ചിമ്മി കാണിച്ചു. അവിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പിന്നീടുള്ള അവൻ്റെ പ്രവർത്തികൾ. ഉപ്പാപ്പ ഇപ്പം എന്താ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ശാന്തസ്വരത്തിൽ റിച്ചു ചോദിച്ചു. അപ്പോഴും അവൻ്റെ വലം കൈ മെഹറിൻ്റെ ഇടം കൈയിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും കൈ വിടില്ല എന്ന പോലെ. നീ എന്താ റിച്ചു പൊട്ടനെ പോലെ അഭിനയിക്കുന്നത്? ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ല എന്നുണ്ടോ? എന്താ നിൻ്റെ തീരുമാനം? അനസിൻ്റെ മോളെ കെട്ടാൻ നിനക്ക് താല്പര്യമാണോ? ഇവളല്ലാതെ പിന്നെ ഞാൻ വേറെ ആരെ കെട്ടാനോ ഉപ്പാപ്പ? റിച്ചു സ്വപ്നം കണ്ടതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും മെഹ്റുവിനൊപ്പമാണ്. മെഹ്റു പോലും ഞെട്ടിപ്പോയി റിച്ചുവിൻ്റെ വാക്കുകൾ കേട്ട്. അതുവരെ സങ്കടത്തിലും അപമാനത്തിലും നിന്നവരുടെ എല്ലാം മുഖത്തേക്ക് സന്തോഷത്തിൻ്റെ നറുതിരിവെട്ടം വീണു. എന്നാൽ അതുവരെ ആത്മവിശ്വാസത്തോടെ ഇരുന്ന അക്ബറിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞിരുന്നു പോയി. എന്താ മോനെ റിച്ചു നീ പറയുന്നത്? നിനക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ മതിയോ? ഇവൾക്ക് ഉപ്പാപ്പ കാണുന്ന കുഴപ്പമെന്താണെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ലേ? എന്നാൽ ഞാൻ പറഞ്ഞു തരാം. ഇവളെയും ഒരു പയ്യനെയും കൂടി ഒറ്റയ്ക്കൊരു മുറിയിൽ നിന്നും പിടിച്ചില്ലേ പണ്ട് കോളേജിൽ വെച്ച്? അങ്ങനത്തെ ഒരു പെണ്ണിനെയാണോ എൻ്റെ പാരമ്പര്യം നിലനിർത്താൻ നീ നിക്കാഹ് ചെയ്യുന്നത്? ഞാനിത് സമ്മതിക്കില്ല. ഉപ്പാപ്പ, ഏതോ ഒരു പയ്യനല്ല അത്. അവൾക്ക് അവൻ മെഹ്ഫിയെ പോലെയോ അജുവിനെ പോലെയോ റോഹുവിനെ പോലെയോ ഒക്കെയാണ്. അവളുടെ നല്ലൊരു ഫ്രണ്ട്, അതിലുപരി ഒരു സഹോദരൻ. അത് പുറത്തു നിന്നുള്ള ആരുമല്ല, അവൾക്കൊപ്പം ഉണ്ടായത് മെഹറിൻ്റെ സ്വന്തം മാമാടെ മകൻ തന്നെയാണ്, ഫൈസൽ. ഓഹോ, നീ ഇത്രയും വിശാല മനസ്സിനുടമയായിരുന്നെങ്കിൽ അപ്പോൾ പിന്നെ എന്തിനാ നീ അവളെ അടിച്ചത്? നീ ബാംഗ്ലൂരിലേക്ക് പോയത്? ഞാൻ ബാംഗ്ലൂരിൽ പോയത് എൻ്റെ ഭാവിയും ജോലിയും മെച്ചപ്പെടാനായിരുന്നു. ഇന്ന് ഞങ്ങളുടെ കമ്പനി ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞങ്ങളുടെ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ്. പിന്നെ ഞാനിവളെ അടിച്ചത്, അത് ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് ഇവളെ മാത്രമാണ്. അത് ഞാൻ അവളെ ബോധ്യപ്പെടുത്തിക്കോളാം. ഞങ്ങളുടെ കാര്യത്തിൽ ഈ മാളിയേക്കൽ തറവാട്ടിലുള്ളവരെടുത്ത ഒരു തീരുമാനവും തെറ്റായി എന്നെനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് മാത്രമല്ല, ഇവൾക്കും. നീ നിൻ്റെ ഉപ്പാടെ മോൻ തന്നെയാണ്. മാളിയേക്കലിൻ്റെ അടിമയായി അഴിഞ്ഞാടി നടന്ന് ഇവളെയും കെട്ടി നിൻ്റെ ജീവിതം തുലച്ചോ? എനിക്കൊന്നും പറയാനില്ല. ഈ നരകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇവളുടെ സ്വഭാവം വെച്ച് ഇവൾ നിന്നെ കളഞ്ഞിട്ട് പോയില്ലെങ്കിൽ നോക്കിക്കോ, അന്ന് കരഞ്ഞു വിളിച്ച് ഉപ്പാപ്പാനെ തിരക്കി വരരുത്. ഉപ്പാപ്പയുടെ പ്രായത്തെ ബഹുമാനിച്ചാണ് എൻ്റെ പെണ്ണിനെ പറ്റി മോശമായി പറഞ്ഞിട്ടും ഞാനും ഇവിടെ ഉള്ളവരും പ്രതികരിക്കാത്തത്. അതെന്തും പറയാനുള്ള ലൈസൻസായി എടുക്കരുത്. ഇവളെൻ്റെ ഉമ്മാടെ തന്നെ രക്തമല്ലേ, എൻ്റെ മെഹ്ഫിയുടെ പെങ്ങളല്ലേ. അതിലുപരി എൻ്റെ ഉമ്മാനെ വളർത്തിയ ഇവിടെയുള്ളവർ തന്നെയല്ലേ ഇവളെയും വളർത്തിയത്. അതിനേക്കാളൊക്കെ മുകളിൽ ഇവൾ അബ്ബാസ് ഹാജിയുടെ പേരക്കുട്ടിയല്ലേ. അവൾ എന്നെ ചതിക്കില്ല, അതിനവൾക്ക് കഴിയില്ല. ആ ഉറപ്പ് മതി എനിക്ക്. പറഞ്ഞു കഴിഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം മാളിയേക്കലുള്ളവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കേട്ടോ അക്ബർ, എൻ്റെ കുട്ടികളുടെ തീരുമാനം. ഇതറിയാനല്ലേ താൻ കാത്തു നിന്നത്? അവർക്ക് മികച്ചത് തന്നെയാണ് ഞാൻ നേടിക്കൊടുത്തത്. അതിലെനിക്ക് തെറ്റുപറ്റിയത് എൻ്റെ മകളുടെ കുടുംബക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമാണ്. അതിൽ ഞാൻ തോറ്റുപോയി. നിങ്ങളെന്നെ തോൽപ്പിച്ച് കളഞ്ഞു. പഴയതൊന്നും ഞാൻ മറന്നിട്ടില്ല അക്ബറെ. എന്നാലും ഞങ്ങൾ പടച്ചവനെ സ്തുതി പറയുന്നത് എന്തിനാണെന്നറിയുമോ? നിന്റെ സ്വഭാവം കിട്ടാത്ത അഹമ്മദിനെ ഞങ്ങൾക്ക് തന്നതിന്. അവൻ തരുന്ന സന്തോഷം മാത്രം മതി പഴയതൊക്കെ മറക്കാൻ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മക്കൾ എന്നെ തോൽപ്പിക്കില്ല എന്ന്. അവർക്ക് ഞാൻ പകർന്നു കൊടുത്തത് എൻ്റെ ഉള്ളു നിറഞ്ഞ സ്നേഹവും വാത്സല്യവും കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അബ്ബാസ് ഹാജി അകത്തേക്ക് പോയി. അപ്പോഴും എല്ലാവരുടെയും കണ്ണിൽ സന്തോഷത്തിൻ്റെ നീർത്തിളക്കമുണ്ടായിരുന്നു. അതേസമയം തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റിച്ചുവിനോടെന്തോ പറയാൻ തുടങ്ങിയ മെഹ്റുവിൻ്റെ കവിളത്തേക്ക് റിച്ചുവിൻ്റെ കൈ പതിഞ്ഞു. കവിളിൽ കൈവച്ച് അന്തം വിട്ട് റിച്ചുവിനെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന മെഹ്റുവിനോട് അവൻ ചോദിച്ചു, നിനക്ക് ഈ അടി എന്തിനാണെന്നറിയുമോ?
ചെയ്യാത്ത തെറ്റൊരാൾ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ കുറ്റവാളിയെ പോലെ തല കുനിച്ച് നിൽക്കുന്നതിന്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈ അടിയുടെ ആവശ്യം നിനക്കുണ്ടായിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മെഹ്റു റിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. 5 വർഷങ്ങൾ കൊണ്ട് നെഞ്ചിൽ അടക്കി പിടിച്ചു വെച്ച നൊമ്പരത്തിൻ്റെ ഭാണ്ഡക്കെട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ഇറക്കി വയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവൾ. അവരുടെ ആ നിൽപ്പ് കണ്ട് തികട്ടി വന്ന കോപം അടക്കി പിടിച്ചുകൊണ്ട് അക്ബർ ഇറങ്ങി കാറിൽ കയറിപ്പോയി. അവരെ രണ്ടാളെയും അവിടെ വിട്ടിട്ട് ഓരോരുത്തരായി എഴുന്നേറ്റ് പോയി. എല്ലാവരും പോയെന്ന് ഉറപ്പായതും റിച്ചു ഒന്നുകൂടി അവളെ അവനിലേക്ക് ചേർത്തു. പൂച്ചക്കുഞ്ഞിനെ പോലെ കരഞ്ഞു തളർന്ന് അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളെ കാതോരം ചുണ്ടു ചേർത്ത് റിച്ചു പറഞ്ഞു, സോറി എല്ലാത്തിനും, നിന്നെ തെറ്റിദ്ധരിച്ചതും പറയാതെ പോയതിനും ഇത്രയും നാളും തിരക്കി വരാതിരുന്നതിനും എല്ലാത്തിനും 1000 സോറി. അവൻ്റെ നെഞ്ചിലാണ് കിടക്കുന്നത് എന്ന ബോധം വന്നതും അവനെ തള്ളി മാറ്റിയിട്ട് അവൾ മുകളിലേക്ക് ഓടി. അതേസമയം അകത്തെ റൂമിൽ അജുവും മെഹ്ഫിയും റോഹുവും കൂടി അന്ന് കോളേജിൽ സംഭവിച്ചതെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവർക്കടുത്തേക്ക് നടന്നു വരുന്ന റിച്ചുവിനെ കണ്ടതും മെഹ്ഫി പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ആരും ചോദിച്ച് അവരെ രണ്ടാളെയും ടെൻഷനാക്കണ്ട. റിച്ചുവിക്ക, പാവല്ലേ മെഹ്റു, എന്തിനാ തല്ലിയത്? ഒത്തിരി വേദനിച്ച് കാണില്ലേ? അല്ല വിഷമത്തിൽ ചോദിച്ചു. റിച്ചു അവനെ എടുത്തുകൊണ്ട് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു, അത് നിൻ്റെ മെഹ്റുവിന് ആവശ്യമായിരുന്നടാ അല്ലൂട്ടാ. ആണോ? എന്നാ പോട്ടെ, പക്ഷേ ഇനി എൻ്റെ മെഹ്റുവിനെ തല്ലല്ലേ. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ കെട്ടിക്കഴിഞ്ഞ് കൊടുക്കുന്നതിൽ നിന്നും ഒരെണ്ണം കുറയ്ക്കാം. ഡാ, നീ എൻ്റെ കൊച്ചിനെ കെട്ടിക്കഴിഞ്ഞ് തല്ലുവോ എന്ന് പറഞ്ഞ് റിച്ചുവിൻ്റെ ഉമ്മ അവൻ്റെ ചെവിക്ക് പിടിച്ചു. ഉമ്മ ചെവിന്ന് വിട്, ഞാൻ നിങ്ങളെ മോൾ ഒന്നും ചെയ്യില്ല. മാളിയേക്കൽ തറവാട് വീണ്ടും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ശബാന സ്വസ്ഥതയില്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയായിരുന്നു. ഉപ്പാപ്പ പോയിട്ട് എന്തായി എന്നറിയാൻ വയ്യ. അങ്ങോട്ട് വിളിക്കാനും പേടിയായിരുന്നു. അവളുടെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ ഉപ്പാപ്പയുടെ പേര് കണ്ടതും അവൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ കേട്ടതും അപ്പുറത്ത് നിന്നും വന്നത് കണ്ണു പൊട്ടുന്ന തെറിയാണ്. കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അവൾ തകർന്നു പോയി. ഉപ്പാപ്പ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റിച്ചുക്കാക്ക് അവളോട് വെറുപ്പാണ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ നിൻ്റെ തോന്നലല്ലേ. നിൻ്റെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ച് നാണം കെട്ട് നിൽക്കുവാ ഞാൻ. അതും ആ അബ്ബാസിൻ്റെ മുന്നിൽ. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതുപോലെ അവൻ്റെ മുന്നിൽ നാണം കെട്ട് നിന്നിട്ടുണ്ട്. അന്ന് എൻ്റെ മകനായിരുന്നു കാരണമെങ്കിൽ ഇന്നെൻ്റെ ചെറുമകൻ. അപ്പോഴും ഇപ്പോഴും ജയം മാളിയേക്കൽ അബ്ബാസിന് തന്നെ. നിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അനിയത്തിക്കും ഒപ്പം നിന്നെ വിടാതെ ചെറുപ്പം മുതൽ അവിടെ തന്നെ നിന്നെ ഞാൻ നിർത്തിയത് പല ലക്ഷ്യങ്ങളും മനസ്സ് കണ്ടുകൊണ്ടായിരുന്നു. ഇത്രയും വർഷം അവനൊപ്പം അവിടെ നിർത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി? എന്തെല്ലാം നാറിയ കളികൾ കളിച്ചിട്ടാണ് അവനെ അവളെയും തമ്മിൽ തെറ്റിച്ചത്. എന്നിട്ട് പോലും നിനക്ക് അവൻ്റെ മനസ്സ് കയറിപ്പറ്റാൻ കഴിഞ്ഞില്ല. റിച്ചുവിൻ്റെ റോഹുവിൻ്റെ ആസ്തി എത്രയാണെന്ന് നിനക്കറിയാവോ? അതൊന്നും പോരാതെ ഇപ്പോൾ ഒരു ലീഡിങ് സോഫ്റ്റ്വെയർ കമ്പനിയും. അതുകൊണ്ടാണ് അവന്മാരെ 2 പേരെയും നമ്മുടെ കുടുംബത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ ഞാൻ ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി? ചെറുപ്പം മുതൽ അവൾക്കെതിരെ അവൻ്റെ മനസ്സിൽ കുത്തിവെച്ച വിഷം മുഴുവൻ പാഴായിപ്പോയി. നിനക്കറിയാലോ നിൻ്റെ ഉപ്പ വരുത്തി വെച്ച ബാധ്യതകൾ. അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാൻ ഞാൻ ആകെ കണ്ട മാർഗ്ഗമാണിപ്പോൾ നശിച്ചു പോയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ പപ്പ? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല മോളെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ ഒന്നിപ്പിക്കാൻ അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും നമ്മൾ ഒന്നും അല്ലാതെ ആയിപ്പോവും. നമുക്ക് മുന്നിൽ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. എന്ത് ചെയ്താലും എത്രയും പെട്ടെന്ന് ചെയ്യണം. ഫോൺ വെച്ചതും ഇത്ര നാളത്തെ കഷ്ടപ്പാട് വെറുതെ ആയി പോയല്ലോ എന്നോർത്ത് ശബാനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാടെ വായിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് ഓർത്തതും അവൾ ഫോൺ ഓഫാക്കി വെച്ചു. രാത്രിയിൽ റിച്ചുവിനെ അന്വേഷിച്ച് റൂമിലെത്തിയെങ്കിലും അവൻ ഏതോ ഇമ്പോർട്ടൻ്റ് കോളിലായിരുന്നു. രാവിലെ ശബാന എഴുന്നേൽക്കും മുൻപേ റിച്ചു ഓഫീസിലേക്ക് പോയിരുന്നു. രാവിലെ ഓഫീസിലെത്തിയിട്ട് മെഹർ റിച്ചുവിന് മുഖം കൊടുത്തില്ല. അജു ഇന്നലത്തെ കാര്യം അവളോട് ചോദിച്ചെങ്കിലും അവളുടെ ദേഷ്യം കണ്ട അവന്മാരെ പിന്നെ ഒന്നും മിണ്ടിയില്ല. സിസ്റ്റത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലായിരുന്നു. ഇൻഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവൾക്കാകെ വട്ടുപിടിക്കും പോലെ. ഇതിനെല്ലാം ഒരു ഉത്തരം അന്വേഷിച്ചാണ് അവൾ അവിടെ ഇരുന്ന് ഏതോ ഒരു ഫയലുമായി റിച്ചുവിൻ്റെ ക്യാബിനിലേക്ക് നടന്നത്. അനുവാദം കിട്ടിയതും അവൾ അകത്തേക്ക് ചെന്നു. അടുത്തു വന്ന് മിണ്ടാതെ നിൽക്കുന്ന അവളെ കണ്ടതും റിച്ചു ചോദിച്ചു, എന്താ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറുപടിയൊന്നും ഇല്ലാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ മുഖത്തൊരു കുസൃതി ചിരി വിരിഞ്ഞു. ഹലോ, എന്താണ് മാഡം വരവിൻ്റെ ഉദ്ദേശം? ഇത് ഓഫീസ് ടൈമാണ്. എൻ്റെ ഗ്ലാമർ ആസ്വദിക്കാതെ പോയി ജോലി ചെയ്തേ. വീണ്ടും കണ്ണുരുട്ടിയുള്ള അവളുടെ നോട്ടം കണ്ടതും ഞാൻ പതിയെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു.
റിച്ചു, എന്താണ് നിൻ്റെ ഉദ്ദേശം? ഇന്നലത്തെ പ്രവൃത്തി മുഴുവൻ അഭിനയമായിരുന്നു. അടുത്തു വന്നു നിന്ന് കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു. നിനക്ക് എന്ത് തോന്നി അതൊക്കെ കണ്ടിട്ട്? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാണ് നേരിട്ട് വന്ന് ചോദിച്ചത്. വീണ്ടും വീണ്ടും പരീക്ഷിച്ച് തോൽക്കാൻ എനിക്ക് വയ്യ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നന്നായി സമയം എടുത്ത് ചിന്തിക്കും. എപ്പം നിനക്കെന്നെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുമോ അപ്പം തന്നാൽ മതി എൻ്റെ പഴയ മെഹ്റൂൻ എനിക്ക്. വീണ്ടും സംശയഭാവത്തോടെ ഉണ്ടക്കണ്ണുരുട്ടി എന്നെ നോക്കുന്ന അവളെ കണ്ടതും എൻ്റെ മനസ്സ് വേറെന്തിനോ കൊതിക്കുന്ന പോലെ തോന്നി. ഇങ്ങനെ നോക്കല്ല പെണ്ണെ, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ ഇവിടെ നിന്നാൽ ഞാൻ നിനക്ക് തന്ന സമയവും വാക്കുകളും ഒക്കെ തിരിച്ചെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവളോട് ചേർന്ന് നിൽക്കാൻ പോയ എൻ്റെ നെഞ്ചിന് പിടിച്ച് തള്ളിയിട്ട് അവൾ പുറത്തേക്കൂടി.